ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ ജീവനെ കൂടെ പകയ്ക്കാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യേശുവിനെ അനുഗമിക്കുന്ന സഹോദര, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ത്യജിക്കണം. യേശുവിനെ അനുഗമിക്കുന്ന സഹോദരി, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ത്യജിക്കണം. എന്താണ് നിങ്ങളുടെ ഇഷ്ടമെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങളതിനെ ത്യജിക്കണം. യേശുവിൻ്റെ കൂടെ ആയിരക്കണക്കിന് ആളുകളാണ് നടക്കുന്നത്. യേശുവിൻ്റെ കൂടെ നടക്കാൻ എന്ത് സന്തോഷമാണെന്നോ. ലാവണ്യ വാക്കുകളല്ലേ ആ വായിൽ നിന്ന് പുറത്തു വരുന്നത്. എത്ര വലിയ ജ്ഞാനമാണ് യേശുവിനുള്ളത്. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്കൊക്കെ രോഗസൗഖ്യമാണ്. ആരാണ് യേശുവിൻ്റെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടാത്തത്? യേശു എങ്ങോട്ടാണ് പോകുന്നത്? ഗലീലയിലെ നസറത്ത് എന്ന പള്ളിയിൽ വന്ന് പുസ്തകം തുറന്ന് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവചനത്തിന് നിവൃത്തി വന്നു എന്ന് പറഞ്ഞ് പുസ്തകമടച്ച് മുൻപോട്ട് കിടന്ന് ഭക്തന്മാരെ വിടുവിച്ചുകൊണ്ട് കഫർനഹൂം വഴി യഹൂദിയ ദേശം വഴിയൊക്കെ പട്ടണങ്ങൾ തോറും നടന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഗെത്സമനയിലേക്കാണ് പോയത്. കൂടെ നടക്കുന്ന ശിഷ്യന്മാർ പടകും വലയുമൊക്കെ വിട്ടവരാണ്. രാപ്പകൽ യേശുവിൻ്റെ കൂടെ തന്നെയാണ്. അവർക്കും വലിയ സന്തോഷമാണ്. എന്നും അത്ഭുതങ്ങളാണ്. ആർക്കാണ് യേശുവിൻ്റെ കൂടെ നടക്കാൻ ഇഷ്ടമല്ലാത്തത്? പ്രിയപ്പെട്ടവർ, യേശു മുൻപോട്ട് തന്നെയാണ് പോകുന്നത്. മുൻപോട്ട് തന്നെയാണ്. ഗെത്സമനയിലെത്തിയപ്പോൾ യേശു പറഞ്ഞു, ഇനിയുള്ള സമയം ഞാൻ എന്തിനീ ഭൂമിയിൽ വന്നോ അതിനു വേണ്ടിയുള്ള സമയമാണ്. നാഴിക വന്നിരിക്കുന്നു. ക്രൂശ് പറഞ്ഞ് നടക്കാൻ പോവുക. യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരോ, അവിടുന്ന് മരിക്കാൻ പാടില്ല. നോ, അത് പാടില്ല. അവിടുന്ന് മരിക്കുന്നുവെങ്കിൽ ഞാനും കൂടെ മരിക്കും. ഞങ്ങൾക്ക് അങ്ങേ പിരിയാൻ കഴിയത്തില്ല. യേശു പറഞ്ഞു, ഇല്ല, അങ്ങനെയല്ല. ഇന്ന് നീ എന്നെ തള്ളിപ്പറയും. ഇന്ന് തന്നെ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാം വിട്ടിറങ്ങിയവനാ, പലതും ത്യജിച്ചവനാ. പക്ഷേ അവനവൻ്റെ ജീവനെ സ്നേഹിച്ചു. ജീവനെ സ്നേഹിച്ചു. തൊട്ടു മുൻപിൽ മരണമാണ്. മരണഭയം അവൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അത് ഗെത്സമന വഴി തന്നെയാണ്. അവിടെ ഇച്ചിരി ഇടുക്കമുണ്ട്. ആ വഴി തന്നെയാണ് സ്വർഗത്തിലേക്ക് യേശു പോയത്. വേറൊരു വഴിയില്ല കേട്ടോ. അവിടെ ഒരു ക്രൂശ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ക്രൂശുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ത്യജിക്കുമ്പോൾ ഈ ലോകം നിങ്ങളെ പകയ്ക്കും. ഈ ലോകം നിങ്ങളെ അവഗണിക്കും. അതൊരു നിന്ദയാണ്, പരിഹാസമാണ്. നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും. മരണം വരെ സംഭവിക്കും. യേശുവിന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും തന്നെ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, എല്ലാം ത്യജിക്കണം. എല്ലാം ത്യജിക്കണം. ഇഷ്ടങ്ങൾ മുഴുവൻ ത്യജിക്കണം. ജീവനെ കൂടെ പകയ്ക്കണം. ഗെത്സമന വഴിയാണ് നിത്യതയിലേക്ക് പോകുന്നത്. വേറൊരു വഴിയില്ല. ക്രൂശ് വരുന്നുണ്ട്. ലോകം നിങ്ങളെ പകയ്ക്കും. കൂടെ ചിലപ്പോൾ ആരുമുണ്ടായി എന്ന് വരത്തില്ല. യേശുവിൻ്റെ കൂടെ, യേശുവിൻ്റെ ഏറ്റവും വലിയ കഷ്ടതയിൽ ആരെ പ്രാർത്ഥിക്കാൻ കൂടെ ഉണ്ടായിരുന്നേ? ആരും ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാരാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാ. അതാ ക്രിസ്തീയ ജീവിതം അങ്ങനെ തന്നെയാ. ആരും ഉണ്ടാകണമെന്നില്ല. ഒടുവിലത്തെ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങനെയാ. പക്ഷേ നിങ്ങൾക്കൊരു തീരുമാനമുണ്ടാകണം. ഞാൻ യേശുവിനെ അനുഗമിക്കും. ഞാൻ യേശുവിനെ അനുഗമിക്കും. നിത്യതയുടെ തുറമുഖത്തിലേക്കാണ് എൻ്റെ യേശു എന്നെ വിളിച്ചത്. എൻ്റെ നിത്യത ഞാൻ കളയത്തില്ല. എൻ്റെ അരുമനാഥനോടൊപ്പമുള്ള നിത്യ യുഗായുഗങ്ങളുള്ള ആ വാസം
ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഞാൻ മുൻപോട്ട് തന്നെ പോകും. തിരിച്ചറിയണം നിങ്ങളുടെ ഇഷ്ടങ്ങൾ. ഇന്ന് നിങ്ങളതിനെ മറച്ചു പിടിച്ചാൽ നാളെ അത് നിങ്ങളെ തിരിഞ്ഞു കൊത്തും. ത്യജിക്കുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.